എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ചുറ്റും എത്രയെത്ര ജീവികളാണല്ലേ. ചിലവ കാട്ടിൽ ജീവിക്കുന്നു, ചിലതിനെ നമ്മൾ ഇണക്കി വളർത്തുന്നു. സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളുണ്ട്, മാംസാഹാരം കഴിക്കുന്ന ജീവികളുണ്ട്. 2 തരത്തിൽപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുന്ന ജീവികളും നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. അങ്ങനെ ആഹാര രീതിയിലും സഞ്ചാര രീതിയിലും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്ന കാര്യത്തിലായാലും ജീവികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ ഓരോ ജീവിയും ഇര തേടുന്നതും വിവിധ രീതിയിലാണ്. നമുക്ക് ചില ജീവികളുടെ ഇര തേടുന്ന രീതി പരിചയപ്പെടാം. നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ ഒരു ചെറു ജീവിയിൽ നിന്നാവട്ടെ തുടക്കം. എട്ടുകാലി. സ്വന്തമായി വല വിരിച്ച് ഇരയെ പിടിക്കുന്ന നട്ടലില്ലാത്ത ഒരു ചെറു ജീവിയാണ് എട്ടുകാലി അഥവാ ചിലന്തി. ചിലന്തികൾ ഇര പിടിക്കാൻ വേണ്ടിയാണ് ചിലന്തി വലകൾ പ്രധാനമായും ഉണ്ടാക്കുന്നത്. ചിലന്തി വലകൾ അതുണ്ടാക്കുന്ന ചിലന്തികൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലയിനം ചിലന്തികൾ ഇരയെ തൻ്റെ വലയിലേക്ക് ആകർഷിച്ച് അകപ്പെടുത്തുന്നതിൽ വിരുദ്ധരാണ്. പ്രാണികളെയൊക്കെ അകപ്പെടുത്തുമെങ്കിലും എട്ടുകാലി സ്വന്തം വലയിൽ കുടുങ്ങാറുണ്ടോ? ഇല്ല, എട്ടുകാലി ഒരിക്കലും സ്വന്തം വലയിൽ കുടുങ്ങുകയില്ല. എട്ടുകാലി അതിൻ്റെ വലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് തുടർച്ചയായി നിരീക്ഷിച്ചാൽ നമുക്കതിൻ്റെ കാരണം വ്യക്തമാവും. കണ്ടിട്ടില്ലേ, എട്ടുകാലിയുടെ വലയിൽ വൃത്തത്തിലും വൃത്തത്തിന് കുറുകെയും ഇഴകളുണ്ടല്ലോ. വലയിലൂടെ എട്ടുകാലി അലക്ഷ്യമായി സഞ്ചരിക്കാറില്ല. പ്രത്യേക വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാൻ അത് ശ്രദ്ധിക്കുന്നു. പശയില്ലാത്ത ഇഴകൾ കൊണ്ട് കുറുകെ ഉണ്ടാക്കുന്ന പാലം സുരക്ഷിതമായ വഴിയാണ്. വല നിർമ്മിച്ച എട്ടുകാലിക്ക് ഇക്കാര്യം നന്നായി അറിയാമല്ലോ. നേരെ മറിച്ച് വട്ടത്തിലുള്ള ഇഴകളാകട്ടെ ഒട്ടിപ്പിടിക്കാൻ തക്കവണ്ണം പശയുള്ള നൂലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇഴകൾ സ്പർശിക്കാതിരിക്കാൻ എട്ടുകാലി പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അഥവാ സ്പർശിച്ചാൽ തന്നെ അതിൻ്റെ വളഞ്ഞ പാദങ്ങളും പാദത്തിലെ പ്രത്യേക തരത്തിലുള്ള രോമങ്ങളും ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇനിയും എട്ടുകാലിയെ കാണുമ്പോൾ ഒന്നുകൂടെ നിരീക്ഷിക്കുക. അടുത്ത ആളിനെ പരിചയപ്പെടാം. ഇനി കാട്ടിലെ രാജാവ് തന്നെ ആവട്ടെ. കൂട്ടമായി വേട്ടയാടുന്ന മൃഗമാണ് സിംഹം. പെൺസിംഹങ്ങളാണ് വേട്ടയാടുന്നതിൽ മുൻപിൽ. സാധാരണ പുൽക്കൂട്ടങ്ങളിലോ അതുപോലെ മറവ് നൽകുന്ന പ്രദേശങ്ങളിലോ വെച്ച് രാത്രി സമയത്താണ് സിംഹങ്ങൾ വേട്ട നടത്തുക. ഓടിച്ചെന്ന് ഇരയുടെ പുറത്ത് ചാടി വീഴുകയാണ് സാധാരണ ആക്രമണ തന്ത്രം. ഇരയുടെ കഴുത്തിൽ പിടിമുറുക്കി ചെറിയ ഇരകളാണെങ്കിൽ കഴുത്തൊടിച്ചും വലിയവയാണെങ്കിൽ ശ്വാസം മുട്ടിച്ചുമാണ് കൊല്ലുക. ശക്തമായ താടിയെല്ല് സിംഹങ്ങളെ ഇതിന് സഹായിക്കുന്നു. ഇനി പറയുന്ന ആളുടെ പേര് നിങ്ങൾ തന്നെ കണ്ടെത്തണം. എൻ്റെ ബലമുള്ള ചുണ്ടുകൾ കൊണ്ട് ഞാൻ മരത്തിൽ കൊത്താറുണ്ട്. മരത്തിൻ്റെ ഉണങ്ങിയ തോല് കൊത്തിപ്പൊളിച്ചെടുത്ത് അതിനടിയിലെ പ്രാണികളെ ഞാൻ ഭക്ഷണമാക്കാറുണ്ട്. മരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിരലുകൾ എനിക്കുണ്ട്. ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? എങ്കിൽ പറയാം, മരംകൊത്തി. മരംകൊത്തി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഉറുമ്പുകളും ചെറുവണ്ടുകൾ ഉൾപ്പെടെയുള്ള കീടങ്ങൾ, പുഴുക്കൾ തുടങ്ങിയവയാണ് മരംകൊത്തികളുടെ പ്രധാന ഭക്ഷണം. ചില ഇനങ്ങൾ പഴങ്ങളും വിത്തുകളും ആഹാരമാക്കുന്നു. നീണ്ട കൂർത്ത ചുണ്ടാണ് മരംകൊത്തികൾക്ക് പൊതുവെയുള്ള സവിശേഷത. ഉളി പോലെ മൂർച്ചയേറിയ ചുണ്ടുകൾ ഉപയോഗിച്ച് വൃക്ഷങ്ങളുടെ പുറംപാളികൾ കൊത്തിപ്പൊളിച്ചാണ് ഇവ സാധാരണയായി ഇര തേടുന്നത്. മരപ്പൊത്തുകളിൽ നിന്നും ഇരകളെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന നീണ്ട നാക്കാണ് മരംകൊത്തികളുടെ മറ്റൊരു പ്രത്യേകത. നാക്ക് പശ പോലെയുള്ള ദ്രാവകത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കും. എന്നാൽ തത്തകൾ, കുയിൽവർഗ്ഗങ്ങൾ എന്നിവയെപ്പോലുള്ള മരംകൊത്തികളുടെ കാലുകളിൽ ഈ 2 വിരലുകൾ മാത്രം മുന്നിലേക്കും പിറകിലേക്കുമായാണ് കാണപ്പെടുന്നത്. തടിയിൽ ശക്തിയോടെ കൊത്തുമ്പോൾ നിലയുറപ്പിക്കാനും മരങ്ങളിൽ അനായാസമായി കയറാനും ഈ പാദങ്ങൾ സഹായകമാകുന്നു. ഇനി മറ്റൊരു കുഞ്ഞിനെ പരിചയപ്പെടാം. ഈ ജീവിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? കുഴിയാന. കുഴിയാന ഇര പിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂര്യപ്രകാശവും മഴയും നേരിട്ടേൽക്കാത്ത സ്ഥലങ്ങളിലെ ഉണങ്ങിയ പൊടിമണ്ണിലാണ് ഇവൻ കുഴിയുണ്ടാക്കുന്നത്. ഇവൻ്റെ കുഴികൾ വീടിൻ്റെ ഇറയത്തും മറ്റും കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും.
ഈ വിരുതന്മാർ കൊമ്പുകൾ മാത്രം പുറത്തേക്കിട്ട് കുഴിയിലെ മണ്ണിൽ ഒളിച്ചിരിക്കും. ഈ കുഴിയിൽ വീഴുന്ന ചെറുജീവികൾക്ക് ഒരിക്കലും